നല്ല മഴയുള്ള സമയത്ത് നല്ല അടിപൊളി ഒരു ഹൈദരാബാദി ബിരിയാണി ആക്കിയാലോ നമുക്ക് ദം ചെയ്തിട്ടില്ലേ. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഹൈദരാബാദി ബിരിയാണി നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. പക്ഷേ ഇതൊരു കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്, എല്ലാവരും ക്ഷമിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷനാണ്, അതുകൊണ്ട് തന്നെയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ 2 കിലോ ചിക്കനാണ് ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായത്. ഇതുപോലെ ബിരിയാണി പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് തരാൻ പറയണം അവരോട്. അങ്ങനെ ചെയ്തതെന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ഫസ്റ്റ് തന്നെ. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു 1.5 കിലോ ചിക്കൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതിൻ്റെ വീഡിയോയാണ് ഇടുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ചിക്കൻ കഴുകിയെടുത്ത ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഉപ്പ് ഇടുമ്പം ആവശ്യത്തിനുള്ള, അതായത് ആ ചിക്കന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി അത് മിക്സ് ചെയ്ത് വെച്ച് അതിനോട് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ 1-2 സവാള എടുക്കുക. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ടായത്. 2 സവാള എടുത്ത് ഇതുപോലെ തൊലി കളഞ്ഞ് നന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക. കാരണം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വറുത്ത് കോരിയെടുക്കാനാണ്, നമ്മൾ ഉള്ളി വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെക്കുക. ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ചിക്കൻ മാരിനേഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബിരിയാണി ആക്കുന്നില്ല, ചിക്കൻ മാരിനേഷനാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഉള്ളി വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ട് ഉള്ളി വറുത്തെടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓയിൽ വേസ്റ്റ് ആവുകയും ചെയ്യില്ല, അതുപോലെ നമുക്ക് വറുത്തെടുക്കുകയും ചെയ്യാം. ബാക്കിയുള്ളത് ഓയിൽ നമുക്ക് അത്രയും കുറച്ചേ ഉണ്ടാവത്തുള്ളൂ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. പിന്നെ ഇതുപോലെ വറുത്ത് കോരിയെടുത്ത ശേഷം ഒരു നുള്ളു പഞ്ചസാര അതിലും വേറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ, അല്ലെങ്കിൽ ഉള്ളി വറുത്ത് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു കുഴഞ്ഞ് മറിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഉള്ളി വറുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഇതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് ഇതുപോലെ പഞ്ചസാര അതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കപ്പം അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇഞ്ചി ഇതുപോലെ ആവശ്യത്തിന് എടുക്കാം. 2-3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഞാനതുപോലെ ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചധികം, അതായത് കുറച്ച് കൂടുതലായോ എന്ന് വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുപോലെ എടുക്കാം. പിന്നെ നന്നായിട്ടത് മിക്സ് ചെയ്ത് നല്ല ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ പച്ചമുളക് എടുക്കുന്ന സമയത്ത് ഞാൻ 2 പച്ചമുളക് എടുത്തത്, അധികം എരിവില്ലാത്തതാണ് എടുത്തത്. അത് നിങ്ങളെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാരിനേഷൻ്റെ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ള ചിക്കൻ എടുക്കുക. അതിലോട്ട് ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി നമുക്ക് ആവശ്യമുണ്ട് പിന്നീട്. അപ്പോൾ ഇപ്പോൾ പകുതി ഭാഗം മാത്രം എടുത്ത് കുരു കളഞ്ഞ് ആ നീര് മാത്രം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് മുളക് പൊടി എത്രയാണോ ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഒരു 1/2 സ്പൂണോ അല്ലെങ്കിൽ 3/4 സ്പൂണോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗരം മസാല ചേർത്ത് കൊടുക്കുക. തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു ജാറിലോട്ട് ഒരു സ്പൂണ് കുരുമുളക്, അതുപോലെ 1.5 സ്പൂണ് പെരിഞ്ജീരകം, 1 സ്പൂണ് ജീരകം, ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആ പൊടി കൂടി ചേർക്കണം. ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. കാരണം ഹൈദരാബാദി ബിരിയാണി ആയതുകൊണ്ട് തന്നെ പെരിഞ്ജീരകത്തിൻ്റെ കുറച്ചും കൂടി ഫ്ലേവർ മുന്നിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം. അത് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആദ്യം ചേർത്തിട്ടുണ്ടായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റില്ലേ, അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നെയ്യും, ആ നെയ്യിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല, നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അത് 2 ടീസ്പൂണ് നെയ്യും അതുപോലെ തന്നെ 2 ടീസ്പൂണ് ഓയിലും ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ടായിട്ടില്ലേ ഉള്ളി വറുത്തതുമില്ലേ, അതതിൻ്റെ പകുതി ഭാഗം ഒരു ഹാഫ് പോർഷൻ ഇട്ടാൽ മതി. ബാക്കി ഹാഫ് നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഇതുപോലെ ആക്കി ഈ മിക്സിങ്ങിലാണ് പിന്നില്ല കാര്യം.
എന്നുവെച്ചാൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് അഥവാ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പൊന്ന് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം, ചിക്കന് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചേർത്ത്, അതുപോലെ മല്ലിയിലയും പുതിനയിലയും നമ്മൾ കുറച്ച് ഭാഗം മാറ്റി വെക്കണം. ഇതുപോലെ ഹാഫ് മാത്രമേ ഇടണ്ടൂ, ബാക്കി പകുതിയിലത് നമ്മൾ എടുത്ത് വെക്കണം. അതിനുശേഷം നമുക്കിതുപോലെ മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു കുറഞ്ഞത് ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിതൊരു 2 മണിക്കൂറോളം, ഏകദേശം 1.5 മണിക്കൂറോളം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. 1.5 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. ചോറിൻ്റെ പരിപാടി നോക്കാം. അരി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈദരാബാദി ബിരിയാണിയിൽ നമ്മളെ കൈമ റൈസിൽ അത് ഉപയോഗിക്കില്ല. എല്ലാവർക്കും അറിയാമായിരിക്കും. ബസ്മതി റൈസെങ്കിലും ഉപയോഗിക്കുക. അതിലെങ്കിലും കുറച്ചും കൂടി നീളമില്ല അരിയാണ് ഇത്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ ഇതുപോലെ 2 കപ്പ് ഫുള്ളായിട്ടുള്ള അരി എടുത്തിട്ട് ഇതുപോലെ കുതിർക്കാൻ വെച്ചു. 5-10 മിനിറ്റ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളൂ. നല്ലതാണ് കുതിർത്ത് വെക്കുന്നത്. കുറച്ചും കൂടി സോഫ്റ്റ് ആവാനും ചോറ് സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ കുതിർത്ത് വെച്ച്, നന്നായി കഴുകി കുതിർത്ത് വെച്ച ശേഷം ഞാൻ ഇതുപോലെ വെള്ളം എടുത്തു. വെള്ളത്തിൻ്റെ അളവില്ല, കാരണം നമ്മൾ ഊറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ അളവൊന്നും എടുത്തില്ല. കുറച്ചധികം വെള്ളം എടുത്തു. അതിലോട്ട് മല്ലിച്ചപ്പ്, ഓയിൽ, അതുപോലെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായ, അതാ ഞാൻ പറഞ്ഞ ഫുൾ വീഡിയോ കണ്ടിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അതായത് പൊടിച്ചു വെച്ചിട്ടുണ്ടായ നമ്മളെ ഇതില്ലേ കുരുമുളക്, പെരിഞ്ചീരകം, ജീരകത്തിൻ്റെ ഈ മിക്സ് 1/4 ഭാഗമേ അതിലേക്ക് ചേർക്കുന്നുള്ളൂ. 1/4 ഭാഗം നമ്മൾ വെള്ളത്തിലോട്ടാണ് ചേർക്കുന്നത്. അതിലോട്ട് ബാക്കി പകുതി ഉണ്ടായ ചെറുനാരങ്ങ നീരിൻ്റെ ആ നീരും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. മല്ലിയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളക്കാൻ വേണ്ടി വെക്കുക. നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്ക് അരി ഇതുപോലെ ഊറ്റിയെടുത്ത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് പ്രത്യേകിച്ച് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പകുതി വേവിൽ മാത്രം നമ്മൾ അരി എടുക്കണം, ചോറ് എടുക്കണം. അപ്പോൾ ചോറ് പകുതി മാത്രമേ വേവാൻ പാടുള്ളൂ. അതായത് പകുതി വേവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കടിക്കുമ്പം ഉള്ളിൽ, അതായത് പുറത്ത് സോഫ്റ്റ് പോലെയും ഉള്ളിലൊരു അരി പോലെ ഉണ്ടാകുന്ന ആ ഒരു ടൈപ്പ് ഇതില്ലേ, അപ്പം അതുപോലെ ആവുന്ന രീതിയിൽ മാത്രം എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് വേവായിട്ടുള്ള ചോറും അതുപോലെ തന്നെ നന്നായിട്ടുള്ള ടേസ്റ്റുള്ള ബിരിയാണിയായും കിട്ടുമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ അരി ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഇത് ഒരു കോരി നമ്മൾ ഡ്രൈ ആക്കണമെന്നില്ല. കോരി അന്നവാട് തന്നെ നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 5 ലിറ്ററിൻ്റെ കുക്കർ എടുക്കുക. ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് എടുത്ത് വെക്കുക. എന്നിട്ട് ഞാൻ ഓയിൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതുപോലെ നേരിട്ട് തന്നെ കുക്കറിൽ ഫസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ലോണം ടൈറ്റാക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചോറ് ഊറ്റി ഇട്ട് കൊടുക്കുക. വെച്ചാൽ ഒരു അരിപ്പ എടുത്ത് ഊറ്റി അതുപോലെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായ മല്ലിച്ചപ്പും പുതിനയും അതുപോലെ തന്നെ ഉള്ളി വറുത്തതും കൂടി അതിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ച് നമുക്ക് കുക്കർ മൂടി വിസിലതിൽ വെക്കണം. വിസിൽ വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടി. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ വിസിലടിക്കും. ഫസ്റ്റ് വിസിൽ കഴിഞ്ഞപാട് ശ്രദ്ധിക്കേണ്ട കാര്യം, അന്നേരം തന്നെ നമുക്ക് പ്രഷർ റിലീസ് ചെയ്യാം. കംപ്ലീറ്റ് റിലീസ് ചെയ്ത് നമുക്ക് ചോറെടുക്കുക. അത് റെസ്റ്റ് ചെയ്യണമെന്ന് വെക്കണമെന്നില്ല. നമ്മൾ സാധാരണ ബിരിയാണി ആക്കുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കൂലേ, അതുപോലെ വെക്കണമെന്നില്ല. അന്ന് ഉടനെ നമുക്ക് പ്രഷർ റിലീസ് ചെയ്ത് നമുക്ക് വേഗം തന്നെ ചോറ് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നന്നായിട്ട് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതുപോലെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മഴയാണ്, അപ്പോൾ ബിരിയാണി കഴിക്കാം. നമുക്ക് വിശ്വസിച്ച് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇതുപോലെ ചെയ്തു നോക്കും എല്ലാവരും. ഇതുപോലെ ഞാൻ ഒന്നിലോട്ട് മാറ്റി ചിക്കൻ പീസ് വേറെ തന്നെ എടുത്തു വെച്ചു. അപ്പം
ചോറൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല രീതിയിലായിട്ടുണ്ട്. അത് കണ്ട, ഇത് ഇടുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം പിന്നെ എനിക്കൊരു വേറൊരു ഡൗട്ട് ഉണ്ടായെന്ന് വെച്ചാൽ ചിക്കൻ വെന്തിട്ടുണ്ടാവില്ലോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായി. പക്ഷേ നല്ല വേവ്, അതായത് നമ്മൾ ദം ബിരിയാണി ഇട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ. കാരണം ഇതിനുള്ള ടേസ്റ്റ് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ആ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വെക്കുന്നില്ലേ, അതിലാണ് കൂടുതൽ ടേസ്റ്റും വരുന്നത്. ഇതുപോലെ അടിക്ക ബ്ലാക്ക് കളറ് കാണുന്നത് അതിൻ്റെ അരവ് മാത്രമാണ്. പക്ഷേ ഇതിന് അങ്ങനെ കരിഞ്ഞു പോവോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇതെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പം അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ബിരിയാണിയാണ്. അപ്പം ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കൊന്ന് കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്. നമ്മൾ സാധാരണ ബിരിയാണി ആക്കുമ്പോൾ കൈമ റൈസിലാകുമ്പോൾ ഒന്ന് വേവിലേമോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നും. ഇതാകുമ്പോൾ കുക്കറിലാക്കുകയും ചെയ്യാം, നന്നായിട്ട് വേവുകയും ചെയ്യും. ഇത് കണ്ട ചിക്കനൊക്കെ നന്നായിട്ട് ആദ്യം തന്നെ ഞാൻ അതാ എടുത്ത് നോക്കിയത് ചിക്കൻ വെന്തിട്ടില്ലെന്ന്. പക്ഷെ ഭയങ്കര സോഫ്റ്റായിട്ട് വെന്തു. ഉള്ളിലൊക്കെ ഉപ്പൊക്കെ പിടിച്ച് എരിവും പിടിച്ച് നന്നായിട്ട് ആ ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ട്. അപ്പം നല്ലൊരു ഹൈദരാബാദി ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.